ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും CS3ൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാഹുലാണ്. ഇന്ന് നമ്മൾ ഒരു ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ചാണ് ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിംഗിൾ ഫേസ് അല്ലെങ്കിൽ AC മോട്ടറിനെ ഒരു സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ അസിൻക്രണസ് മോട്ടർ എന്നൊക്കെ വിളിക്കുന്നത് എന്നൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ആദ്യമായിട്ട് ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലുള്ള സീലിംഗ് ഫാൻ, ടേബിൾ ഫാൻ, കപ്പാസിറ്റേഴ്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മോട്ടേഴ്സ് എല്ലാം തന്നെ ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നതെന്നും 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറുകളെ അപേക്ഷിച്ച് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറുകളിൽ എന്തിനാണ് കപ്പാസിറ്ററിൻ്റെ ആവശ്യകത എന്നൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കുന്നത് മൂലം നമുക്ക് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്കിംഗ് കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ചർച്ച ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ മോട്ടറിൻ്റെ മെയിൻ പാർട്ടുകളൊന്ന് പരിചയപ്പെടാം. ഇതിന് മെയിനായിട്ട് 2 പാർട്ടുകളാണ് ഉണ്ടാവുക. ഒന്ന് സ്റ്റേറ്റർ, ഒന്ന് റോട്ടർ. ഈ സ്റ്റേറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഇരുമ്പ് കോർ, അതായത് കുറേ കഷ്ണങ്ങളായി മുറിച്ച ഇരുമ്പ് കോറുകളിൽ കോപ്പർ കമ്പികൾ അഥവാ അലൂമിനിയം കമ്പികൾ ചുറ്റി വച്ചിരിക്കുന്നത് പോലെയുള്ളൊരു വൈൻഡിങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനൊരു ഡിസൈനിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ റോട്ടർ എന്ന് പറയുന്ന പോർഷനാണ് നമ്മുടെ മോട്ടറിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ട്. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ റൊട്ടേഷൻ, അതായത് ഇലക്ട്രിക്കൽ എനർജി നമുക്ക് റൊട്ടേറ്റിംഗ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നത് അതിലൂടെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ മോട്ടറിനെ ഇൻഡക്ഷൻ, അതായത് സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് വിളിക്കുന്നതിന് കാരണം നിങ്ങൾ മെയിനായിട്ട് 2 കാര്യം ഓർത്തു വെക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് സ്ക്വയർ ഗേജ് എന്ന വാക്കിലേക്ക് വരാം. ഈ സ്ക്വയർ ഗേജ് എന്ന് പറയുന്നത് എൻ്റെ മോട്ടറിൻ്റെ റോട്ടറിനെ വിളിക്കുന്ന പേരാണ്. എന്തുകൊണ്ടാണ് അതിനെ സ്ക്വയർ ഗേജ് എന്ന് വിളിക്കുന്നതെന്ന് കാരണം സ്ക്വയർ ഗേജ് എന്ന് പറഞ്ഞാൽ അണ്ണാൻ്റെ കോഡ് എന്നാണ് മലയാളത്തിൽ അർത്ഥം. പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്ന അണ്ണാൻ്റെ ഒരു കോഡിൻ്റെ അതേ മാതൃകയിലാണ് ഈ റോട്ടറിൻ്റെ ഡിസൈൻ. അതുമൂലമാണ് ഇതിന് സ്ക്വയർ ഗേജ് എന്ന് വിളിക്കുന്നത്. ഇനി ഇൻഡക്ഷൻ എന്ന വാക്ക് വന്നത് ട്രാൻസ്ഫോമറുകളിൽ നിന്നുമാണ്. ഈ ട്രാൻസ്ഫോമർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതിലൂടെ ആ ഒരു പേരിൽ നിന്നുമാണ് ഈ ഇൻഡക്ഷൻ എന്ന വാക്ക് രൂപീകരിച്ച് വന്നത്. ഇനി ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് അറിയാത്തവർക്ക് വേണ്ടി അതൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒരു കമ്പിച്ചുരുളിലൂടെ ഒരു വൈദ്യുതി കടത്തിവിടുമ്പോൾ, ഒരു DC വൈദ്യുതി കടത്തിവിടുകയാണെങ്കിൽ ആ കമ്പിച്ചുരുളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അത് കമ്പിച്ചുരുൾ ഒരു മാഗ്നറ്റായിട്ട് മാറുകയും ഇങ്ങനെയുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പോളാരിറ്റി, അതായത് നോർത്ത്, സൗത്ത് പോൾ എന്നിവ ഒരു ഫിക്സഡ് ആയിരിക്കും. എന്നാൽ ഇതേ കമ്പിച്ചുരുളിലൂടെ ഒരു AC കറണ്ട് അഥവാ ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് കടത്തിവിടുന്നതെങ്കിൽ ഇതിൻ്റെ മാഗ്നറ്റിക് പോൾ അഥവാ നോർത്ത്, സൗത്ത് പോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ മറ്റൊരു കോയിൽ അഥവാ കമ്പിച്ചുരുൾ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ ആ കോയിൽ ഡിസ്റ്റർബ് ആവുകയും ആ കമ്പിച്ചുരുളിലേക്ക് കറണ്ട് അഥവാ എനർജി കറണ്ട് അതിലേക്ക് ട്രാൻസ്ഫർ ആവുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ വൈദ്യുതി കൊടുക്കുന്ന കോയിലിനെ പ്രൈമറി വൈൻഡിംഗ് എന്നും, ഇനി വൈദ്യുതി അതിൽ നിന്നും എടുക്കുന്ന ആ കോയിലിനെ നമ്മൾ സെക്കൻഡറി വൈൻഡിംഗ് എന്നുമാണ് വിളിക്കുന്നത്. ഇനി ഇതേ കോയിലുകൾ നമുക്ക് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിലേക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റേറ്റർ കോയിൽ അഥവാ സ്റ്റേഷനറി കോയിൽ, സ്റ്റേറ്റർ എന്ന് പറയുന്ന പോർഷനാണ് ഇതിൻ്റെ പ്രൈമറി വൈൻഡിംഗ് ആയിട്ട് നമ്മൾ സങ്കല്പിക്കേണ്ടത്. ഇനി നമ്മുടെ റോട്ടർ പോർഷൻ, കറങ്ങുന്ന, അത് സ്ക്വയർ ഗേജ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ റോട്ടർ പോർഷനെയാണ് നമ്മൾ സെക്കൻഡറി വൈൻഡിംഗ് ആയിട്ട് സങ്കല്പിക്കേണ്ടത്. ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റേറ്ററിലേക്ക് നമ്മൾ AC കറണ്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റേറ്റർ കോയിൽ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിൽ എന്ന പോലെ വർക്ക് ചെയ്യുകയും അതിലുണ്ടാകുന്ന ഫ്ലക്ച്വേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന റോട്ടർ അഥവാ പ്രൈമറി കോയിൽ കട്ട് ചെയ്യുകയും തന്മൂലം ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടറിൻ്റെ ബാറുകളിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും, അതായത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കോയിലിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ ഇതിൻ്റെ റോട്ടറിൻ്റെ ബാറുകളിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും. ഇനി നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു കോപ്പർ കമ്പിയിലൂടെ അല്ലെങ്കിൽ ഒരു നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന വയറുകളിലൂടെ ഒരു കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ്സാകുമ്പോൾ ആ വയറിന് ചുറ്റും അല്ലെങ്കിൽ കോപ്പർ കമ്പിക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആകുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ നമ്മുടെ മോട്ടറിൻ്റെ സ്റ്റേഷനറി വൈൻഡിങ്ങിൽ നിന്നും ഇൻഡ്യൂസ്ഡായി പ്രൈമറി
നമ്മുടെ റോട്ടറിൽ എത്തുന്ന കറണ്ടിൻ്റെ ഒഴുക്ക് മൂലം ഈ റോട്ടറിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഇങ്ങനെ റോട്ടറിലും സ്റ്റേറ്ററിലും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷനും റിപ്പൽഷനും ഒക്കെ നടക്കുന്നുണ്ട്. അതായത് നോർത്ത് പോളുകൾ റിപ്പൽഷനും നോർത്തും സൗത്തും പോളുകൾ അട്രാക്ഷനും ഒക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇതെങ്ങനെയാണ് നമ്മുടെ മോട്ടറിൻ്റെ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യുവാൻ സഹായിക്കുന്നത് എങ്ങനെയെന്നല്ലേ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. ഒരു AC കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കോയിലിന് ചുറ്റും ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുണ്ടാകുന്ന ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൽ ഓൾറെഡി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു റോട്ടർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ റോട്ടർ കണ്ടിന്യൂസ്ലി കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. അതെന്തുകൊണ്ടെന്നാൽ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് നോർത്ത് സൗത്ത് പോളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് രണ്ട് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഓപ്പോസിറ്റ് ദിശയിലേക്ക് സഞ്ചരിക്കുന്ന രണ്ട് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന് ഈക്വലാണ്. എന്നാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുവാൻ സാധിക്കില്ല. കാരണം നമ്മുടെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന റോട്ടറിനുള്ളിൽ ബാറുകളിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നോർത്ത് സൗത്ത് പോൾ അട്രാക്റ്റ് ഓർ റിപ്പൽഷൻ ചെയ്യുമ്പോഴാണ് ഇത് തിരിയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സ്റ്റേറ്ററിൽ ഉണ്ടായിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ രണ്ട് റൊട്ടേഷണറി മാഗ്നറ്റിക് ഫീൽഡാണുള്ളത്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതിനാൽ റോട്ടർ സ്റ്റക്കായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ റോട്ടറിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ ഇതിൻ്റെ സ്റ്റേറ്ററിൽ ക്രിയേറ്റ് ആയിരിക്കുന്ന റൊട്ടേറ്ററി മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കട്ട് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ അതിൻ്റെ പവർ കുറയ്ക്കുകയോ ചെയ്യണം. ഇനി ഈ റോട്ടർ നമ്മൾ കൈകൊണ്ട് വലതുവശത്തേക്ക് തിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. എങ്കിൽ ഇതിൻ്റെ ഇടതുവശത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് കട്ടായി പോവുകയും, അതായത് പവർ കുറയുകയും ഈ മോട്ടോർ വലതുവശത്തേക്ക് കണ്ടിന്യൂസ് റൊട്ടേറ്റ് ആവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇടതുവശത്തേക്ക് തിരിക്കുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂസ്ലി ഇടതുവശത്തേക്ക് തിരിയുകയും ചെയ്യും. എന്നാൽ ഈ മോട്ടർ നമ്മുടെ കൈകളുടെ ഒന്നും സഹായമില്ലാതെ സെൽഫായിട്ട് എങ്ങനെ ഈ മോട്ടർ റൊട്ടേറ്റ് ആക്കാം, ഈ റോട്ടർ എങ്ങനെ സ്റ്റാർട്ട് ആക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നുമാണ് നിക്കോള ടെസ്ല എന്ന ഒരു ഇൻവെൻറ്റർ ഒരു കപ്പാസിറ്റർ കോയിൽ ഫോർമേഷൻ കൊണ്ടുവന്നത്. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ ഉള്ള സ്റ്റേഷനറി കോയിലിന് പെർപെൻഡിക്കുലറായിട്ട് മറ്റൊരു കോയിൽ ഒരു കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് സെയിം പവർ സപ്ലൈയിൽ തന്നെ കണക്ട് ചെയ്തു. കപ്പാസിറ്ററെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കപ്പാസിറ്റർ വളരെ പെട്ടെന്ന് ചാർജ് ആവുകയും വളരെ പെട്ടെന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്യും. അതുപോലെ കപ്പാസിറ്റർ AC-നെ കടത്തിവിട്ട് DC-നെ ബ്ലോക്ക് ചെയ്യുമെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇനി ഈ കോയിലുകളിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്യാത്ത കോയിൽ ആദ്യം ആക്ടിവേറ്റ് ആവുകയും ഇനി കപ്പാസിറ്റർ കണക്ട് ചെയ്ത കോയിൽ കപ്പാസിറ്റർ ചാർജ് ആയതിന് ശേഷം മാത്രം ആക്ടിവേറ്റ് ആവുകയും ആണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഓരോ കോയിലിലും ഓരോ ടൈം ഷിഫ്റ്റ് ലഭിക്കുന്നത് മൂലം ഓരോ കോയിലിലും പ്രൊഡ്യൂസ് ആവുന്ന മാഗ്നറ്റിക് ഫീൽഡ് മറ്റൊരു കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ഈ കോയിലുകളിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷനും റിപ്പൽഷനും ചെയ്യുന്നത് മൂലം ഇതിലെ ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതാവുകയും മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് കൂടുതൽ ശക്തി പ്രാപിക്കുകയും മാത്രമല്ല ഈ മാഗ്നറ്റിക് ഫീൽഡ് ഏതെങ്കിലും ഒരു ദിശയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു റൊട്ടേറ്ററി മാഗ്നറ്റിക് ഫീൽഡായി മാറുകയും ഈ റൊട്ടേറ്ററി മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ റോട്ടറിൻ്റെ ബാറുകളിൽ കട്ട് ചെയ്യുകയും ഈ ബാറുകളിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവുകയും ഈ കറണ്ട് ഈ ബാറുകളിൽ ഒഴുകുന്നത് മൂലം ഈ ബാറുകളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആവുകയും ഇങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ റൊട്ടേറ്ററി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നോർത്ത് സൗത്ത് പോളുമായി അട്രാക്റ്റ് ചെയ്യുന്നത് മൂലം ഈ റോട്ടറുകൾ പയ്യെ കറങ്ങി തുടങ്ങുന്നതുമാണ്. ഇനി ഈ റോട്ടർ കറങ്ങി അതിൻ്റെ മതിയായ സ്പീഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിൽ ഒരു സെൻട്രൽ ഫ്യൂഗൽ സ്വിച്ച് വഴി ഇതിൻ്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്ന കോയിൽ ഡിസ്കണക്റ്റ് ആവുകയും പിന്നീട് ഇത് കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യുവാനായി എൻ്റെ CS3 എന്നുള്ള പേജ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി ഇനി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.